ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. രാത്രിയിലത്തെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോൾ ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കണ്ട് സുനിതയ്ക്ക് ആകെ വിഷമമായി. കുറെ നാളായി രാജേട്ടൻ ഇങ്ങനെയാണ്. എന്തിനാണ് ഏട്ടൻ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? തനിക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ. ഒരു കുട്ടിയായതിൽ പിന്നെ ഏട്ടന് സെക്സിൽ തന്നോടുള്ള താല്പര്യം കുറഞ്ഞുപോയി. പ്രസവം കഴിഞ്ഞത് പിന്നെയാണത്. അവളുടെ ശരീരം മൊത്തം തടിച്ച് മാറിടങ്ങൾ തൂങ്ങി വയറിൽ പാടുകളെല്ലാം വീണു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴുള്ള ഭംഗി ഇപ്പോഴില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഏട്ടന് താല്പര്യം കുറഞ്ഞത്. ഉറങ്ങിക്കിടന്നിരുന്ന 1.5 വയസ്സുള്ള മോനെ നീക്കിക്കിടത്തിയിട്ട് സുനിത അവന്റെ അടുത്തേക്ക് കിടന്നു. താൻ വന്ന് കിടന്നിട്ടും ഏട്ടൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ അയാളെ കയറി കെട്ടിപ്പിടിച്ചു. തന്റെ വലിയ മാറിടങ്ങൾ അയാളുടെ പിന്നിൽ അമർത്തി അവനെ തന്നിലേക്ക് ആകർഷിക്കാൻ സുനിത ശ്രമിച്ചു. കുറച്ചു നാളായി അവരുടെ ഇടയിൽ ഒന്നും നടക്കാറില്ല. അവൾക്കും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് രാജൻ എന്ന സുനിതയുടെ രാജേട്ടൻ മൈൻഡ് ചെയ്യാതെ കിടന്നിട്ടും അങ്ങോട്ട് പോയി അവനെ അവൾ കെട്ടിപ്പുണർന്നത്. അത്രയ്ക്കുണ്ടായിരുന്നു അവളിലെ വികാരം. മാറിക്കിടക്കടി തടിച്ചി, നാണമില്ലേ നിനക്ക് ഇങ്ങനെ വന്ന് ഒട്ടിച്ചേർന്ന് കിടക്കാൻ? അയാൾ അലറി. ഏട്ടാ, എന്താ നിനക്ക് വേണ്ടത്? ഏട്ടന് ഈയിടെയായി എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. കുഞ്ഞു വന്ന ശേഷം നമ്മൾക്കിടയിൽ നേരെ ചൊവ്വ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏട്ടൻ ഒന്നുമില്ലെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ചെങ്കിലും കിടന്നൂടെ? ഞാനൊരു പെണ്ണല്ലേ ഏട്ടാ? എനിക്കുമില്ലേ ആഗ്രഹങ്ങളൊക്കെ? തടിച്ച ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്ന നിന്നെ കാണുമ്പോൾ എനിക്ക് വികാരം തോന്നണ്ടേ? രാജന്റെ എടുത്തടിച്ചുള്ള ആ പറച്ചിൽ അവൾക്ക് മുഖത്തടിയേറ്റ പോലെയാണ് തോന്നിയത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ്. എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുതേട്ടാ. സുനിത കരഞ്ഞു. നിന്റെ കൂടെ വഴക്ക് കൂടാൻ എനിക്ക് വയ്യ. അങ്ങോട്ട് മാറി കിടക്കാൻ നോക്ക് നീ. എനിക്ക് നാളെ ഓഫീസിൽ പോകാനുള്ളതാ. സുനിതയെ നോക്കി പുച്ഛത്തോടെ അയാൾ പറഞ്ഞിട്ട് അയാൾ മോനെയും കെട്ടിപ്പിടിച്ചു കിടന്നു. കുറച്ചു സമയം ഭർത്താവിനെ തന്നെ നോക്കിയിരുന്നിട്ട് കട്ടിലിന്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു അവൾ. പ്രസവം കഴിഞ്ഞതോടെയല്ലേ എന്റെ ശരീരം ഇങ്ങനെയായത്? അങ്ങേരുടെ കുഞ്ഞിനെയല്ലേ ഞാൻ പ്രസവിച്ചത്? എന്നിട്ടും ഒരു പരിഗണന പോലും തരാതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാൻ ഈ ഏട്ടൻ എങ്ങനെ കഴിയുന്നു? ഈയിടെയായി കുത്തുവാക്കുകൾ പറയുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട്. രാത്രി വെളുക്കുവോളം അവൻ പറഞ്ഞതൊക്കെ ഓർത്ത് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എണീറ്റ് എന്നത്തെയും പോലെ അടുക്കള ജോലികൾ തീർത്തു. രാജൻ എണീറ്റ് കുളിക്കാൻ പോയത് കണ്ടപ്പോൾ അവനുള്ള ഷർട്ട് അയൺ ചെയ്യാൻ തുടങ്ങി അവൾ. അപ്പോഴാണ് മേശയുടെ മുകളിലിരുന്ന അയാളുടെ ഫോണിൽ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോൺ കോൾ വരുന്നത് അവൾ കണ്ടത്. സാധാരണ കുളിക്കാൻ പോകുമ്പോൾ ഫോൺ എടുക്കുന്ന രാജൻ അന്ന് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് ഫോൺ ചാർജിലിട്ടിട്ട് കുളിക്കാൻ പോയത്. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചെങ്കിലും സിന്ധു എന്ന പേര് കണ്ടപ്പോൾ അവൾക്ക് എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ തന്നെ എന്നും പതിവ് പോലെ വിളിക്കുന്ന രാജേട്ടൻ ഇന്നെന്താ വിളിക്കാഞ്ഞത്? പതിവ് തെറ്റി ഇനി ഭാര്യയും കെട്ടിപ്പിടിച്ചുറങ്ങുകയാണോ? കൊഞ്ചിയുള്ള ഒരു പെണ്ണിന്റെ സൗണ്ട് കേട്ടപ്പോൾ അറപ്പോടെ സുനിത വേഗം ഫോൺ കട്ട് ചെയ്തു. ഭർത്താവുമായിട്ട് ഇത്ര സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്ന ഈ പെണ്ണ് ഏതാണ് എന്നവൾ ആലോചിച്ചു. ആ നമ്പറിൽ നിന്നും വീണ്ടും കോൾ വന്നെങ്കിലും അവൾ എടുത്തില്ല. കുറച്ചു സമയം എന്തോ ആലോചിച്ചു നിന്നതിന് ശേഷം രണ്ടും കൽപ്പിച്ച് സുനിത രാജന്റെ ഫോൺ പരിശോധിക്കാൻ തീരുമാനിച്ചു. ഫോണിന്റെ പാസ്വേഡ് അറിയാവുന്നത് കൊണ്ട് അവൾ ലോക്ക് മാറ്റി നോക്കി. സിന്ധു എന്ന പെണ്ണിന്റെ നമ്പറിൽ നിന്ന് കുറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അവരുടെ വാട്സപ്പ് ചാറ്റ് നിറയെ അശ്ലീല ചുവയുള്ള മെസ്സേജ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഏതൊക്കെയോ വീഡിയോസും ഉണ്ടായിരുന്നു. സുനിത അതിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. ഹോട്ടൽ റൂമിനുള്ളിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് ആവേശത്തോടെയും ആക്രാന്തത്തോടെയും പടർന്നു കയറുകയാണ് തന്റെ ഭർത്താവ്. അവളുടെ മുന്നഴകുകളെ ഞെരിച്ചുടച്ചുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അയാളുടെ സുഹൃത്തുക്കൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുമുണ്ട്. അവർ അറിഞ്ഞുകൊണ്ടെടുക്കുന്ന വീഡിയോ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അത്രയും കണ്ടപ്പോൾ തന്നെ അറപ്പോടെ സുനിത വീഡിയോ കാണുന്നത് നിർത്തി. ഒത്ത ഉടലഴവുള്ള സുന്ദരിയായ ഒരു പെണ്ണായിരുന്നു അത്. ഹോട്ടലുകളിൽ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത തുണിയില്ലാതെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതുമായ ഫോട്ടോസ് വീഡിയോസ് ധാരാളം ഉണ്ടായിരുന്നു. അവൾക്കാകെ അറപ്പ് തോന്നി. മറ്റൊരു പെണ്ണിനെ കിട്ടിയപ്പോ ആണ് ഭർത്താവിന് തന്നെ മടുത്തു തുടങ്ങിയത്. സുനിത തിരിച്ചറിഞ്ഞു. 1 വർഷം കഴിഞ്ഞു ഈ ബന്ധം തുടങ്ങിയിട്ട്. ഇതുവരെ തന്റെ ഭർത്താവ് ഒരു അവിഹിതത്തിൽ പെട്ടുപോകുമെന്ന് അവൾ കരുതിയില്ല.
എന്നോട് എത്രയൊക്കെ അവഗണന കാണിച്ചാലും മറ്റൊരു പെണ്ണിന്റെ ചൂട് കയറിപ്പോകും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും സുനിതയ്ക്കില്ലായിരുന്നു. രാജന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കല്യാണം കഴിയാത്ത പെണ്ണാണ് സിന്ധു എന്ന് വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്നും അവൾ മനസ്സിലാക്കി. ഏട്ടനോടുള്ള വിശ്വാസം കൊണ്ട് കല്യാണം കഴിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും അവൾ അയാളുടെ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. സുനിതയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും തോന്നി. തന്നെ ചതിച്ച ഭർത്താവിന്റെ യഥാർത്ഥ മുഖം നാട്ടുകാരും ബന്ധുക്കളും അറിയണമെന്ന് അവൾക്ക് തോന്നി. അയാളുടെ മൊബൈലിൽ നിന്ന് തന്നെ രാജന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്ത് അതിലെല്ലാം അവർ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസ്, വീഡിയോസ് അവൾ പോസ്റ്റ് ചെയ്തു. അന്യ സ്ത്രീയുമൊത്തുള്ള മകന്റെ ലീലാവിലാസങ്ങൾ സുനിത രാജന്റെ അമ്മയെയും പെങ്ങളെയും ഒക്കെ കാണിച്ചു കൊടുത്തു. അധികം വൈകാതെ നാട്ടിലും വീട്ടിലും ബന്ധുക്കൾക്കിടയിലും രാജന്റെ പ്രവർത്തികൾ ചർച്ചാ വിഷയമായി. എല്ലാവരും എല്ലാം അറിഞ്ഞതോടെ അവനാകെ നാണക്കേടായി. സുനിത തന്റെ മൊബൈലിൽ നിന്ന് പോസ്റ്റ് ഇട്ട കാര്യം വൈകിയാണ് അവൻ അറിഞ്ഞത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും അതിനോടകം പലരും അതെല്ലാം ഷെയർ ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്തിരുന്നു. ആകെ നാണം കെട്ട് ഓഫീസിലും പോകാൻ പറ്റാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനും പറ്റാതെ രാജൻ പെട്ടുപോയെന്ന് തന്നെ പറയാം. ആങ്ങളമാർ വിവരം അറിഞ്ഞു വന്ന് അവളെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. അധികം വൈകാതെ തന്നെ സുനിത രാജനെതിരായി ഡൈവോഴ്സ് പെറ്റീഷൻ അയച്ചു. വീഡിയോസും ഫോട്ടോസും ഉള്ളതുകൊണ്ട് വേഗം അനുവദിച്ചു കിട്ടി. ഓഫീസിൽ പോകാൻ നാണക്കേടായ രാജൻ കുറച്ചുനാൾ ലോങ് ലീവ് എടുത്ത് നാട്ടിൽ നിന്നും മാറി നിന്നു. സിന്ധുവിന്റെ വീട്ടിലും നാട്ടിലും വിവരം അറിഞ്ഞതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവളുടെ വീട്ടുകാർ പിടിച്ച പിടിയാലെ കൊണ്ടുപോയി അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. കല്യാണം കഴിഞ്ഞതോടെ ആദ്യത്തെ കൗതുകം മാറിയ അവർക്കിടയിൽ എന്നും കുന്നും അടിയും ഇടിയും വഴക്കുമൊക്കെയായി. അതേസമയം സുനിതയ്ക്കൊരു ജോലി ശരിയാക്കി കൊടുക്കുകയും വീട്ടിൽ അവൾക്കും കുഞ്ഞിനുമായി ഒരു മുറി വിട്ടുകൊടുക്കുകയും ചെയ്തു. അതോടെ ഒരു ജോലിക്ക് പോയി തന്റെ കുഞ്ഞിനെ അവൾ നല്ല രീതിയിൽ വളർത്താനും തുടങ്ങി.